ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൈതാവന്മാരുടെ സ്ഥിരം പരിപാടിയാണല്ലേ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നല്ലേ? കള്ളത്തര എങ്ങനെ ആയാലും പുറത്തു വരും, അത് ഉറപ്പാ. മരിച്ച പേഷ്യൻസിനെല്ലാം ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്ന ഒരേ ആംബുലൻസിലാണ്. ഹലോ ജെഡി. സർ, ഞങ്ങളുടെ ടീം ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഓക്കെ ജെഡി. ഓക്കെ സർ. ഹായ് സർ. ഹായ്. സർ, എന്തെങ്കിലും മറന്നു വെച്ചോ? ഇല്ല. അവര് പോയല്ലോ സർ. ശരി, ഓക്കെ. അഖിൽ, ഇത് ഫുള്ള് ചെക്ക് ചെയ്യണം. സംശയം തോന്നുന്നത് എന്ത് കണ്ടാലും അപ്പൊ തന്നെ നോട്ട് ചെയ്യണം. ഓക്കെ. നമുക്ക് ഇതിലുള്ള ബാക്കി റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കാം. ഓക്കെ. നീ എന്തിനാ കരയുന്നേ? നിന്നോടാ ചോദിച്ചേ എന്തിനാ കരയുന്നേന്ന്? അല്ല, എന്താ പറ്റിയേ? ഇവളെന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ട് കയറി വന്നേ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. പൃഥ്വി എന്തോ ആവശ്യത്തിന് വെളിയിൽ പോയി. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നോക്കിയപ്പോ അവനെ കണ്ടില്ല. അതിനാ ഇവള് കരയുന്നേ. അത്രേ ഉള്ളോ? അതിനാണോ ഇങ്ങനെ കരയുന്നേ? അവരൊക്കെ തിരക്കുള്ളവരല്ലേ, എന്തെങ്കിലും അത്യാവശ്യം വന്ന് പോയി കാണും. അതിന് കരയുന്ന എന്തിനാ മോളെ? എന്റെ സങ്കടം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ അവിടെ ചെന്നപ്പോ തൊട്ട് പൃഥ്വിയോടൊന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. പോകുമ്പോഴും ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴേ ഇതാണ് അവസ്ഥയെങ്കിൽ കല്യാണം കഴിയുമ്പോ എങ്ങനെയായിരിക്കും? ഇതാ പറയുന്നത്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂന്ന്. നമ്മളെക്കാൾ ഒത്തിരി ഉയർന്നവരോടോ ഒത്തിരി താഴ്ന്നവരോടോ ബന്ധങ്ങൾ ഉണ്ടാക്കരുത്. സാഹചര്യങ്ങളും രീതികളും മാറുമ്പോ പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റാതെ വരും. അവരുടെ ജീവിത രീതി അല്ല നമ്മുടേത്. ഇവൾ സങ്കല്പിക്കുന്ന ഒരു ജീവിതം ആയിരിക്കില്ല ഇവൾക്ക് അവിടെ കിട്ടാൻ പോണത്. അമ്മ വെറുതെ അതും ഇതും പറഞ്ഞ് അവളെ കൂടുതൽ വിഷമിപ്പിക്കാതെ. ഇതൊക്കെ കുറച്ചു കഴിയുമ്പോ മാറിക്കോളും. എനിക്ക് നല്ല ടെൻഷനുണ്ട്. എത്രയൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞാലും എന്നെ സ്നേഹിക്കാനും എന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്താനും സാധിക്കാത്തൊരു ഭർത്താവിനൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും? അതിനൊരു വഴിയുണ്ട്. എന്താന്നറിയോ? പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തനെ കല്യാണം കഴിച്ച് വീട്ടിലിരുത്തി നീ ജോലിക്ക് പോയി ചെലവിന് കൊടുക്ക്. അപ്പൊ നിന്റെ സമയത്തിനും സൗകര്യത്തിനും അവനെ കിട്ടുമല്ലോ. മുത്തശ്ശി പറയുന്നത് ശരിയല്ല. അഷിത് ഉദ്ദേശിച്ചത് കല്യാണം കഴിക്കുന്ന ആളെ ഇവളെ കുറച്ചും കൂടി കെയർ ചെയ്യുകയും പരിഗണിക്കുകയും വേണം. അല്ലാതെ ജോലിയും കൂലില്ലാതെ വീട്ടിലിരിക്കണം എന്നല്ല. എങ്ങനെ ആയാലും എല്ലാം കൂടി വേണമെന്ന് വെച്ചാ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാ.
എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കി ജീവിച്ചാലേ ജീവിതം മുന്നോട്ട് പോകൂ. പിന്നെ നിന്റെയൊക്കെ കയ്യിലിരിപ്പിന് കുറെയൊക്കെ അനുഭവിക്കാതെ പറ്റില്ലല്ലോ. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിലും സങ്കടങ്ങൾ വരാതിരിക്കണമെങ്കിലും മനസ്സ് നന്നാവണം. ദുർഗമോളെ വിഷമിപ്പിച്ചിട്ട് നിങ്ങളൊക്കെ ഇവിടുന്ന് ഇറങ്ങി പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെ എന്തെങ്കിലും വരുമെന്ന്. മുകളിലിരിക്കുന്ന ഒരാള് എല്ലാം കാണുന്നുണ്ടല്ലോ. പാവങ്ങളെ വിഷമിപ്പിക്കുന്നതിന് അപ്പ ശിക്ഷ കിട്ടും. ഹാ. ഇത് ഈശ്വരന്റെ ശിക്ഷയൊന്നുമല്ല, അവളുടെ ആ ദുർഗയുടെ കരിങ്കണ്ണും പ്രാക്കുവാ. എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് കൊണ്ട് അവൾക്ക് സഹിക്കാൻ വയ്യാതെ അവൾ പ്രാകുന്നതാ. ആ, അപ്പൊ നിങ്ങളൊക്കെ ദുർഗയോട് ചെയ്യുന്നതോ അതിനെന്തു പറയും? അവൾ അർഹിക്കുന്നതിലും കൂടുതൽ സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും അവൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആ, അത് തന്നെ കൂടുതലാ. അതെ, ആ, ഇതാണ് നിന്റെയൊക്കെ മനസ്സിലിരിപ്പ്. ചുമ്മാതല്ല പിള്ളേര് കരഞ്ഞോണ്ട് നടക്കുന്നത്. ആ, ഓ ആ. എടി, നിനക്ക് ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ എല്ലാം പറയണായിരുന്നോ? നമുക്കൊരു പ്രശ്നം വന്നു പറഞ്ഞ കൂടുതൽ കുറ്റപ്പെടുത്താനും കുത്തി നോക്കാനുമേ അവരെ അവസരം ഉപയോഗിക്കുന്ന അറിയില്ലേ? ഞാൻ എന്റെ സങ്കടം കാരണം പറഞ്ഞു പോയതാ. ഞാൻ വേറൊന്നും ഓർത്തില്ല. അവൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നീ ഇങ്ങനെ എടുത്തു ചാടി പ്രതികരിക്കാനൊക്കെ നിന്നാ അത് വലിയ പ്രശ്നമാവേ. കാര്യങ്ങളൊക്കെ നിന്റെ വരുതിക്ക് കൊണ്ടുവരേണ്ടതും പൃഥ്വി നിന്റെ പിന്നാലെ നടക്കുന്ന അവസ്ഥയിൽ എത്തിക്കേണ്ടത് നിന്റെ മിടുക്ക. അത് പക്ഷെ ഇങ്ങനെ കരഞ്ഞു ബഹളം വെച്ചൊന്നും അല്ല ചെയ്യേണ്ടത്. ക്ഷമയോടെ സമയം എടുത്ത് സാധിച്ചെടുക്കണം. അതെ, നാത്തും പറഞ്ഞത് അതിന്റെ ശരി. ഞാനിത് അഷിയോട് എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉപദേശിച്ചാ മതി. അനുഭവിക്കുന്നൊക്കെ ഞാനാ. സങ്കടം വന്നാൽ കരയാതെ പിടിച്ചു നിൽക്കാനും എന്തെങ്കിലും പറയാൻ തോന്നിയാ മിണ്ടാ നിൽക്കാനൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പൃഥ്വി ഇങ്ങനെ തുടങ്ങി എനിക്ക് സഹിക്കാൻ കുറച്ച് പാടാ. ഇന്നത്തെ സംഭവം എനിക്ക് സഹിക്കുന്നതിലും അപ്പുറം. അത് ആരോട് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. എടി, അഷി, ഈ പെണ്ണ് ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും ഗിരിജേ? അതൊക്കെ ശരിയായിക്കോളും നാത്തൂനെ. ആദ്യം കല്യാണം ഒന്ന് കഴിയട്ടെ. ഞാനും അത് മനസ്സിൽ കണ്ടാ ക്ഷമിച്ചു നിൽക്കുന്നേ. നാത്തും വാ. ആ ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പും ഇതേ പാറ്റേണിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പ ഇത് അവന്മാരുടെ സ്ഥിരം പരിപാടിയാണല്ലേ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നല്ലേ? കള്ളത്തര എങ്ങനെ ആയാലും പുറത്തു വരും, അത് ഉറപ്പാ. ആ, സീ ദിസ്, മരിച്ച പേഷ്യൻസിനെല്ലാം ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്ന ഒരേ ആംബുലൻസിലാണ്. മുഴുവൻ വിവരങ്ങളും ഉടൻ തന്നെ ജോർജ് സാറിന് കൈമാറണം. ഓക്കെ.